പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ പുസ്തകത്തിലെ ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നോട്ടും പിന്നോട്ടും എന്നുള്ള ഒരു ചെറിയ ഭാഗം നമ്മൾ ഹരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം ഇവിടെ പഠിക്കുകയാണ്. അപ്പം എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക. ഇവിടെ ശ്രദ്ധിച്ചാൽ ബാക്ക് ആൻഡ് ഫോർത്ത് 2 3 ടൈംസ്, 3 പ്രാവശ്യം, 2 3 പ്രാവശ്യം, അതാ 3 മടങ്ങ് 6 ആണ് അല്ലേ. 2 × 2 × 3 മടങ്ങ്, 2 × 3 = 6. ഇനി ഇവിടുന്ന് 6 × 1/3, 6 × 1/3 സമം 6 × 1/3 അല്ലെ 1/3 × 6, 1/3 of 6, 6 of 1/3 അങ്ങനൊക്കെ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഗുണിക്കണത് 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചാൽ ഗുണനം ശരിയായിരിക്കും. അപ്പം 1/3 of 6 എത്രയാണ്? 2 ആണോ നോക്കാം നമ്മൾ. 6 6/3, 6 എത്ര 3 ഉണ്ട്? 2. അതാണ് നിങ്ങൾ 2നെ 3 പ്രാവശ്യം ഗുണിച്ചപ്പോൾ 6, 2 × 3 = 6. 6നെ 1/3 കൊണ്ട് ഗുണിച്ചപ്പോൾ 2, ഈ 3 1/3. ഇതാണ് നമ്മൾ ഹരണത്തിലേക്ക് പോകുന്ന ഒരു ഇത്. 3 എന്ന സംഖ്യയുടെ വിപരീതം, വ്യുൽക്രമം എന്നാ പറയാ. വ്യുൽക്രമം അതിന് ഇംഗ്ലീഷിൽ റെസിപ്രോക്കൽ. അപ്പം ഭിന്നസംഖ്യകളുടെ ഹരണത്തിൽ എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ മെമ്മറിയിലേക്ക് കടത്തേണ്ട ഒരു വാക്കാണ്. ഇംഗ്ലീഷ് മീഡിയക്കാര് റെസിപ്രോക്കൽ, മലയാളം മീഡിയക്കാര് വ്യുൽക്രമം കാണുക എന്ന് പറയാം. റെസിപ്രോക്കൽ അഥവാ 3 എന്ന 3നെ ഭിന്നസംഖ്യ ആക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 3/1 എന്നാണ്. 3/1. ഇതിന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ ഇതിനെ തല തിരിച്ചിടുക. അംശം ഛേദാക്കിയിട്ടും ഛേദ അംശാക്കിയിട്ടും തല തിരിച്ചിടുക കേട്ടോ. 3/1 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/3. ഈ 1 മുകളിലും ഈ 3 അടിയിലും തല തിരിച്ചിടുക. അപ്പൊ ഇതിനാണ് റെസിപ്രോക്കൽ, മലയാളത്തില് വ്യുൽക്രമം എന്ന് പറയുന്നത്. ഹരണത്തില് രണ്ടാമത്തെ സംഖ്യനെ, 2 ഭിന്നസംഖ്യകള് ഹരിക്കുമ്പോൾ രണ്ടാമത്തെ സംഖ്യനെ വ്യുൽക്രമം കണ്ടിട്ട് ഗുണിക്കലാണ്. റെസിപ്രോക്കൽ കണ്ട് ഗുണിക്കുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഹരണത്തിൽ പഠിക്കും. ഇപ്പൊ എത്ര മനസ്സിലാക്കുക? 2 × 3 6. ഈ 6 ഗുണിക്കണം ഈ 3ന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം 1/3 സമം 2. 2 × 3 സമം 6. 6 ഗുണിക്കണം 1/3 സമം 2. ഓക്കെ. അതേപോലെ അടുത്ത് നോക്കുന്നത് 4ന്റെ 1/2 ഭാഗം. 4ന്റെ 1/2 എങ്ങനെ വരിക? 4 അവിടെ നമ്മൾ എഴുതിയതാ 4 ഗുണിക്കണം 1/2. അപ്പൊ എങ്ങനെ വരും? 4/2 എന്ന് വരും. 4/2, 4 1 4, 4/2. 4 എത്ര 2 ഉണ്ട്? 2. ഇനി നേരെ തിരിച്ചിങ്ങോട്ട് 2 ഗുണിക്കണം ഈ 1/2നെ തല തിരിച്ചിട്ടാ എങ്ങനെ വരിക? 2/1 എന്നാണ്. 2/1 എന്ന് പറഞ്ഞാൽ എത്ര? 2 അങ്ങനെ. ഈ പൂർണ്ണസംഖ്യകൾ നമ്മൾ അതിനെ ഭിന്നസംഖ്യ ആക്കുമ്പോൾ /1 നടുക. അപ്പൊ 5 ആണെങ്കിൽ 5/1. 5ൽ എത്ര 1 ഉണ്ട്? 5 അങ്ങനെ ആൻസർ. അവിടെ ആ 1 ഇടൂല. അപ്പൊ 2/1. അതാ 2. ഈ 2/1 ഈ 1 ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ 2 2 4. അപ്പൊ 4ന്റെ 1/2 2ആണ്. 2ന്റെ 2/1 അഥവാ 2 × 2 സമം 4ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കണക്ക് നോക്കി നിങ്ങൾ. ഭിന്നസംഖ്യ തന്നെ വരുന്നത് 4ന്റെ 3/2 മടങ്ങ്. 4ന്റെ 3/2 മടങ്ങ് എങ്ങനെ വരിക? 4 × 3/2. 4 3 12. 12/2 സമയം എത്ര വരും? 12ൽ എത്ര 2 ഉണ്ട്? 12ൽ 6 2, 6 ആൻസർ. ബാക്കിയില്ല. 12ൽ 6. അപ്പം 4ന്റെ 3/2 മടങ്ങ് 6. ഈ 3/2നെ തല തിരിച്ചിട്ടാ എങ്ങനെ വരിക? 2/3. 6ന്റെ 2/3 ഭാഗം എത്ര? 4 ആണ്. 6ന്റെ 2/3 നോക്കുക. 6 2
12/3. 12 എത്ര 3 4. ഓക്കെ. അപ്പം പിന്നെ 4ന്റെ 3/2 6ആണ്. ഇനി ഈ 3/2ന്റെ വിൽക്രമം റെസിപ്രോക്കൽ കാണാം. 6ന്റെ 3/2ന്റെ റെസിപ്രോക്കൽ 2/3. ഈ 2 മുകളിലും 3 അടിയിലും തല തിരിച്ചിടുക കേട്ടോ. അപ്പം 6ന്റെ 2/3 4 കിട്ടി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾ പേജ് നമ്പർ 51-ലുണ്ട്. ആ വർക്കുകൾ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇടുന്നുണ്ട്. അതെല്ലാവരും ചെയ്ത് എന്നെ കാണിക്കുക.